ഹായ്, നമസ്കാരം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം, കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മമ്മൂക്കൻ്റെ ഒരു സിനിമ ഇന്ന് ഇറങ്ങി. കളങ്കാവൽ. കളങ്കാവൽ എന്ന സിനിമയിലെ മമ്മൂക്ക അല്ലേ, ഈ മമ്മൂക്ക ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് വളരെ സൂക്ഷ്മമായി നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ 2022 ശേഷം, എന്നുവെച്ചാൽ കൊറോണയ്ക്ക് ശേഷം വന്ന സിനിമകൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഒരു സിനിമയും മറ്റൊരു സിനിമയായിട്ടൊരു കണക്ഷൻ, ഒരു മാച്ച് തോന്നുന്നില്ല. അതിപ്പോൾ വസ്ത്രധാരണയാലും ശരി, കഥാപാത്രങ്ങളാണ് ശരി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റോഷാക്കാണെങ്കിലും, കാതലാണെങ്കിലും, നൻപകൽ നേരത്ത് മയക്കം, ഭ്രമയുഗം, ടർബോ അല്ലേ, കൊമേഴ്ഷ്യൽ മൂവി ആണെങ്കിലും, അതല്ലെങ്കിൽ മറ്റ് എല്ലാ തരത്തിലും കണ്ണൂർ സ്ക്വാഡ്, പരീക്ഷണ ചിത്രങ്ങളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മൂവീസ് ആണെങ്കിലും, ഒരു സിനിമ മറ്റു സിനിമ ഇനി വരാൻ പോകുന്ന ഓരോ സിനിമകളും വ്യത്യസ്തത ഉണ്ടാവണമെന്ന് വളരെ നിർബന്ധം. അപ്പോൾ കളങ്കാവൽ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അറിഞ്ഞു ഇതൊരു ഒരു ത്രില്ലറാണ്, അതല്ലെങ്കിൽ മമ്മൂക്ക് ഇതിനകത്തൊരു നെഗറ്റീവ് റോളാണ് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നടന്നൊരു സിനിമയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് ഒരു സൂചന കേട്ടു. അങ്ങനെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മാറി നിൽക്കൽ. അങ്ങനെ പടം അതിൻ്റെ പ്രൊമോഷൻ വർക്കിലോട്ട് കടന്നപ്പോഴാണ് ഓരോരുത്തർ, പിന്നെ അതിൽ 20ഓളം നായികന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഇന്ന് ആ സിനിമ കണ്ടുവന്നതിൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു അഭിപ്രായ വീഡിയോ ആണ്. ഇതിൻ്റെ റിവ്യൂ ഒന്നും അല്ല. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം. ഇതിന് മുമ്പ് എടുത്ത എല്ലാം വളരെ പ്രോമിസിങ്ങും വളരെ സെലക്റ്റീവ് മൂവീസുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനി ഇങ്ങനൊരു സിനിമ ചെയ്യാൻ തയ്യാറായല്ലോ. അതിൻ്റെ ആ ധൈര്യം സമ്മതിച്ചേ മതിയാവും. അതല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം എന്താ മമ്മൂക്ക ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാത്തവർ എന്തായാലും ഇത് പോയി കാണണം. അത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതിനെവിടെയും ഒന്നും നെഗറ്റീവ് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇതിനകത്ത് വന്നില്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കും വളരെ പോസിറ്റീവായിട്ട് തോന്നി കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കഥയിലോട്ടൊന്നും കടന്ന് അതിന് സ്പോയിലറൊന്നും ഞാൻ കളയുന്നില്ല. കാരണം പെർഫോമൻസാണ് എനിക്കത് എടുത്ത് പറയാനുള്ളത്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ഒരാളും ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ ധൈര്യപ്പെടില്ല. നമുക്കറിയാം കാതൽ ദി കോർ എന്ന സിനിമയിൽ എന്ത് കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതുപോലും നമ്മൾ നെട്ടിച്ചു അല്ലേ. ഒരു എന്താ പറയുക, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തെ മമ്മൂക്ക ചെയ്ത് നമ്മൾ നെട്ടിച്ചിട്ട് ഭ്രമയുഗത്തിൽ കുടുംബം പോറ്റി എന്നുള്ളൊരു ചാത്തൻ കയറിയ ഒരാളായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി. പക്ഷെ കഴിഞ്ഞില്ല. ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കഥ, ഇതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ, വിനായകൻ എന്ന കഥാപാത്രത്തെ സജസ്റ്റ് ചെയ്ത് മമ്മൂക്കയാണ്. പെർഫെക്റ്റ് ഗംഭീര കാസ്റ്റിംഗ്. നായക പ്രതിനായകൻ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇത് ഏറെക്കുറെ അറിഞ്ഞു കാണും. മമ്മൂക്ക ഇതിനകത്ത് വില്ലൻ തന്നെയാണ്. ഞാനിത് പ്രത്യേകിച്ച് സ്പോയിലൊന്നുമില്ല, കാരണം പടം തുടങ്ങി വില്ലനായിട്ട് തന്നെയാണ് ആള് ഉള്ളത്. കാരണം അത് ഇവരുടെ അണിയർ പ്രവർത്തകരും പറഞ്ഞു കഴിഞ്ഞു, മമ്മൂക്ക തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിത് സ്പോയിലറായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, നെഗറ്റീവ് റോളാണ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നെഗറ്റീവ് റോൾ ചെയ്ത് നമുക്ക് തന്നെ വെറുപ്പ് തോന്നിപ്പിക്കുന്ന പോലെ ഒരു പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പെർഫോമൻസ്. ഇദ്ദേഹത്തിന് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇനി അടുത്ത പാഠം ഇതിലും അപ്പുറത്തേക്കുള്ളൊരു പെർഫോമൻസ് ആയിട്ട് വരും. അങ്ങനെയുള്ള ഒരാളാണ്. എന്തായാലും വിനായകനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള മുജീബ് മജീദ് എല്ലാവരും തകർത്തു. ജിതിൻ കെ ജോസ്, അദ്ദേഹം കുറുപ്പ് മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണെന്ന് അറിഞ്ഞു. എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ. അതിൻ്റെ ഇൻ്റർവ്യൂവിൽ വരെ കുറച്ച് സ്ലോവിൽ തന്നെയാണ് പോയത്. എന്നിട്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സിലോട്ട് കിടക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് അതിവേഗതയിൽ പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പിടിച്ചിരുത്തും. നമുക്കൊരു സെക്കൻഡ് പോലും കണ്ണിമ വെട്ടാതെ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് കളങ്കാവൽ. ആ പേരും അതിൻ്റെ ചുറ്റുപറ്റിയുള്ള സംഭവങ്ങളും ഇപ്പോൾ അതൊക്കെ ഒത്തുവെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ആ പേര് കറക്റ്റാണ്. എന്താ പറയുക, ഒരു വിശ്വാസപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും വീണ്ടും നെട്ടിച്ചു ഞങ്ങളെ പ്രേക്ഷകർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരീക്ഷണ ചിത്രങ്ങളും സ്വീകരിക്കുന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതറിയാം. ഞങ്ങൾ ഇനിയും സ്വീകരിക്കും. ഇനിയും നിങ്ങൾ തന്നോളൂ, ഞങ്ങൾ കാണാൻ തയ്യാറാണ്. കാരണം
ഹീറോ എന്നും ഹീറോ ആയിട്ട് തന്നെ നിന്ന് പോകണം എന്നതിലുപരി തനിക്ക് ചെയ്യാവുന്ന എന്തൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്ന് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൊരു ഇളവും വരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും പോകട്ടെ. നല്ല ഗംഭീര ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഇനിയും സമ്മാനിക്കാൻ മമ്മൂട്ടി കമ്പനിക്കും അതിൻ്റെ പ്രവർത്തകർക്കും മമ്മൂക്കക്കും കഴിയട്ടെ. ഈ സിനിമ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചായിട്ടാണ് എനിക്ക് അനുഭവമായത്. നിങ്ങളെല്ലാവരും കാണുക. ഇപ്പോൾ ഈ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കളങ്കാൽ ടി വിന് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.